Good afternoon, students. We are going to discuss about the lactic acid production. അപ്പോൾ ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനിൽ നമ്മൾ സിട്രിക് ആസിഡ് പ്രൊഡക്ഷനും പിന്നെ അസിറ്റിക് ആസിഡ് പ്രൊഡക്ഷനും പഠിച്ചു. ലാസ്റ്റ് ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ എന്താണ് ലാക്റ്റിക് ആസിഡ്? ലാക്റ്റിക് ആസിഡ് ഇസ് എ കാറ്റബോളിക് പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി മെറ്റബോളിസം ബൈ മൈക്രോബ്സ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. അതുണ്ടാക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ മസിൽസ് ഡ്യൂറിങ് വർക്കൗട്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൽ എന്തുണ്ടാവും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രോഡക്ട്സ് ആർ ഫോംഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ that are derived from pyruvic acid by EMB, PP or ED pathways. The products such as ethanol, acetic acid, 2,3-butanediol, butanol, acetone, lactic acid and xylitol products can be also be produced as byproduct. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ വഴി ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഫെർമെൻറ്റേറ്റ് ആണ് എന്തുണ്ടാകുന്നത്? ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് ബൈ EMB പാത്വേ, അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസ് ആണ് EMB പാത്വേ, അല്ലെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, അതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ എൻഡറോ പാത്വേ, ഇതും നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഈ പാത്വേയിലൂടെയൊക്കെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നതാണ് എത്തനോൾ, അസിറ്റിക് ആസിഡ് ഒക്കെ. പിന്നെ ലാക്റ്റിക് സ്റ്റാർട്ടർ ഈസ് എ ബേസിക് സ്റ്റാർട്ടർ കൾച്ചർ വിത്ത് വൈഡ് സ്പ്രെഡ് യൂസ്ഡ് ഇൻ ഡയറി ഇൻഡസ്ട്രി ഫോർ ചീസ് മേക്കിംഗ് ഓഫ് ഓൾ കൈൻഡ്സ്. ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ആൻഡ് ലാക്റ്റിക് സ്റ്റാർട്ടർ ഈസ് എംപ്ലോയിഡ് ഫോർ ദിസ് പേർപ്പസ്. ഇപ്പം ലാക്റ്റിക് ആസിഡിൻ്റെ സ്റ്റാർട്ടർ കൾച്ചർ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയൻ്റെ സ്റ്റാർട്ടർ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇൻഡസ്ട്രിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ലാക്റ്റിക് ആസിഡിൻ്റെ സ്റ്റാർട്ടർ കൾച്ചർ. അത് ചീസ് മേക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാക്റ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. ഇപ്പം നോക്കുക, അപ്പോൾ ഒരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ടാവും, അതാണ് COOH. പിന്നെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു H ഉണ്ട്, പിന്നെ ഒരു CH3 ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, L ലാക്റ്റിക് ആസിഡും D ലാക്റ്റിക് ആസിഡും. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾ ബയോകെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മാത്രം പഠിക്കുക. അപ്പോൾ അതിനൊരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ടാവും, COH എന്ന് പറഞ്ഞാൽ ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു OH ഉണ്ടാവും, ഒരു H ഉണ്ടാവും, പിന്നെ CH3 ഉണ്ടാവും. അപ്പോൾ ഇതിന് ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ഇസ് എ 3 കാർബൺ ഓർഗാനിക് ആസിഡ്. അപ്പോൾ ഒരു 3 കാർബൺ ആസിഡ് അല്ല ലാക്റ്റിക് ആസിഡ്. പിന്നെ 1 ടെർമിനൽ പാർട്ട് ഓഫ് എൻ ആസിഡ് ഓർ കാർബോക്സിൽ ഗ്രൂപ്പ്. അതിൻ്റെ ഒരു ഭാഗത്ത് ആസിഡിക് അല്ലെങ്കിൽ കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. ആ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ടതാണല്ലോ. അത് ടെർമിനൽ പാർട്ട് കണ്ടെയ്ൻ മീത്തൈൽ ഓർ ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ വേറൊരു പാർട്ടാണ് CH3 എന്ന് വെച്ചാൽ മീത്തൈൽ ഗ്രൂപ്പാണ് അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ സെൻട്രൽ കാർബൺ ആറ്റം ഹാവിങ് എൻ ആൽക്കഹോൾ കാർബൺ ഗ്രൂപ്പ്. അപ്പോൾ സെൻട്രൽ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ലാക്റ്റിക് ആസിഡ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ ബട്ട് ഇൻസോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ്. ഇറ്റ് ഈസ് ഹാവിങ് ലോ വോളറ്റിലിറ്റി. അപ്പോൾ ഇത് വാട്ടറിൽ സോലുബിൾ ആണ്, ഓർഗാനിക് ആസിഡ്സിൽ ഇൻസോലുബിൾ ആണ്, ഇതിൻ്റെ വോളറ്റിലിറ്റി കുറവാണ്. അപ്പോൾ ഇതാണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോകെമിസ്ട്രിയിൽ. ഇറ്റ് ഈസ് ദ ലിങ്ക് റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ. അപ്പോൾ ഗ്ലൈക്കോളിസിസിനും ക്രബ് സൈക്കിളും ഇടയിലുള്ള ലിങ്ക് റിയാക്ഷനാണ് ഇത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ഇതിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പൈറുവേറ്റ് അണ്ടർഗോ is converted to lactate by the enzyme lactate dehydrogenase. അപ്പോൾ ഇവിടെ ഒരു NADH ഇവിടെ യൂസ് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു, എന്നിട്ടാണ് അതിനെ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് ബാക്ടീരിയാസ് ആണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയ, 2 ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ഹോമോ എന്ന് വെച്ചാൽ ഒരേ ടൈപ്പിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഫോം ചെയ്യുക. ഹെട്രോ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എന്നർത്ഥം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള പ്രോഡക്റ്റാണ് ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ പൈറുവിക് ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയ പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡായിട്ട് മാത്രമേ കൺവേർട്ട് ചെയ്യും. പക്ഷേ ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയ പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡ് മാത്രമായിട്ടല്ല കൺവേർട്ട് ചെയ്യുക, അതിനെ അസിറ്റിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, എത്തനോൾ ഇതൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും.
അപ്പോൾ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയക്കുള്ള മെറ്റബോളിക് പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ്. ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയക്കുള്ള മെറ്റബോളിക് പാത്വേ ആണ് HMB പാത്വേ. അപ്പോൾ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയൻ്റെ എക്സാമ്പിളാണ് ലാക്ടോബാസിലസ്, ലാക്ടോകോക്കസ്, എൻട്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, പിഡിയോകോക്കസ് സ്പീഷീസ്. ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയൻ്റെ എക്സാമ്പിളാണ് ലൂക്കോണോസ്റ്റോക്ക്, ഊനോകോക്കസ്, ബീസെല്ല ആൻഡ് അതർ സർട്ടൻ ലാക്ടോബാസിലസ്. അപ്പോൾ 2 ടൈപ്പ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് ആണുള്ളത്. ഒന്ന് ഹോമോ ഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, രണ്ടാമത്തത് ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഹോമോ ഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട്, അതായത് പൈറുവേറ്റിനെ അവർ ലാക്റ്റിക് ആസിഡാക്കി മാത്രമേ കൺവേർട്ട് ചെയ്യും, വേറെ പ്രോഡക്റ്റ് ഒന്നും ഫോം ചെയ്യില്ല. ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണെങ്കിൽ പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡ് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡും അസിറ്റിക് ആസിഡും ഒക്കെ ഉണ്ടാവും. പിന്നെ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയയ്ക്ക് ഉള്ള പാത്വേ ഗ്ലൈക്കോളിസിസ് ആണ്. ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയയിലേക്കുള്ള പാത്വേ ആണ് HMB പാത്വേ. ഇപ്പോൾ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയൻ്റെ എക്സാമ്പിൾ പഠിക്കുക, ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ബാക്ടീരിയൻ്റെ എക്സാമ്പിൾ പഠിക്കുക. ഇനി ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ബൈ മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ. ഇനി ഫെർമെൻറ്റേഷൻ നോക്കാം. ഇനോക്കുലം ഷുഡ് ബി 5 to 10% ഓഫ് ലിക്വിഡ് വോളിയം ഓഫ് ഫെർമെൻറ്റർ. അപ്പോൾ 5 to 10% വോളിയാണ് നമ്മൾ ഇനോക്കുലേറ്റ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ടു 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. pH 5 to 6.5 ആണ്. ബാച്ച് ഫെർമെൻറ്റേഷൻ ആണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബാച്ച് ആൻഡ് ഫെഡ് ബാച്ച് ഫെർമെൻറ്റേഷൻ ഇസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇസ് അച്ചീവ്. അപ്പോൾ കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനും നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. റൈസോപ്പസ് ഓറീസയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എയർലിഫ്റ്റ് ബയോറിയാക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയർലിഫ്റ്റ് ബയോറിയാക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തൊക്കെ ഓർഗാനിസംസ് ആണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈസോപ്പസ് ഓറീസ കൺവേർട്ട് സ്റ്റാർച്ച് ഡയറക്ട്ലി ഇൻ ടു ദി അമോലേറ്റിക് ഡ്യൂ ടു ദി അമൈലോലൈറ്റിക് എൻസൈം ആക്ടിവിറ്റി. അപ്പോൾ സ്റ്റാർച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസാണ് റൈസോപ്പസ് ഓറീസ. അപ്പോൾ റൈസോപ്പസ് ഓറീസ എന്താക്കുന്നത് വെച്ചാൽ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നുള്ളതാണ് ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി കൺവേർട്ട് ഹെക്സോസ് ലൈക്ക് ഗ്ലൂക്കോസ് ഇൻ ടു ലാക്റ്റിക് ആസിഡ്. ഇപ്പോൾ ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി എന്ന് പറയുന്നത് ഒരു ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. അത് ഷുഗേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പോലെയുള്ള ഹെക്സോ ഷുഗേഴ്സിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട കണ്ടീഷൻ എന്ന് വെച്ചാൽ pH 5 to 6.5 ആയിരിക്കണം. ടെമ്പറേച്ചർ 46 to 60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മൂന്നാമത്തെ മൈക്രോ ഓർഗാനിസം ആണ് ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്. ഇതും ഒരു ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. അതും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹെക്സോസ് ഷുഗർ ലൈക്ക് ഗ്ലൂക്കോസിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് വേണ്ട pH 6 to 7 ആണ്. ടെമ്പറേച്ചർ 43 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ മിക്സഡ് കൾച്ചേഴ്സും യൂസ് ചെയ്യും. ദി മിക്സഡ് കൾച്ചർ ഓഫ് ലാക്ടോബാസിലസ് ബ്രൂവിസ് ആൻഡ് ലാക്ടോബാസിലസ് പെൻഡോസസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ എൻട്രോകോക്കസ് ഫീക്കാലിസിനെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രം സിംഗിൾ ആൻഡ് മിക്സ്ഡ് ഷുഗർ. അപ്പോൾ സിംഗിൾ ആൻഡ് മിക്സ്ഡ് ഷുഗറിനും നമുക്ക് എൻട്രോകോക്കസ് ഫീക്കാലിസിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് റൈസോപ്പസ് ഓറീസ എന്ന് പറഞ്ഞ ഫംഗസ്, പിന്നെ ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി, ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്, പിന്നെ മിക്സഡ് കൾച്ചർ ഓഫ് ലാക്ടോബാസിലസ് ബ്രൂവിസ് ആൻഡ് ലാക്ടോബാസിലസ് പെൻഡോസസ്, പിന്നെ എൻട്രോകോക്കസ് ഫീക്കാലിസ്. ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ നമ്മൾ പ്രോഡക്റ്റിനെ റിക്കവർ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി വഴി പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ പുതിയൊരു ടെക്നോളജി ഉണ്ട്, അതായത് നാനോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫിൽട്ടർ ചെയ്ത് നാനോ ഫിൽട്രേഷൻ വഴി ഈ ലാക്റ്റിക് ആസിഡിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്ട്രോങ് ആസിഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫീൻ്റെ ഒരു പാർട്ടാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലാക്റ്റിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോം സെപ്പറേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ലാക്റ്റിക് ആസിഡിനെ. പിന്നെ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചീപ്പ്, ലോ ലെവൽസ് ഓഫ് കണ്ടാമിനൻസ്, റാപ്പിഡ് പ്രൊഡക്ഷൻ റേറ്റ്, ഹൈ ഈൽഡ്, ലിറ്റിൽ ഓർ നോ ബൈ പ്രോഡക്റ്റ് ഫോർമേഷൻ, എബിലിറ്റി ടു ഫെർമെൻറ്റ് വിത്ത് ലിറ്റിൽ ഓർ നോ പ്രീ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇയർ റൗണ്ട് അവൈലബിലിറ്റി. അപ്പോൾ ഇതാണ് നല്ലൊരു റോ മെറ്റീരിയൽസിന് വേണ്ട ക്യാരക്ടേഴ്സ്. അതായത് ചീപ്പായിരിക്കണം, വില കുറഞ്ഞതായിരിക്കണം, പിന്നെ കണ്ടാമിനേഷൻ കുറവായിരിക്കണം, പിന്നെ നല്ല പ്രൊഡക്ഷൻ തരുന്ന മീഡിയ വേണം യൂസ് ചെയ്യാൻ, പിന്നെ ഹൈ ഈൽഡ് വേണം, പിന്നെ ബൈ പ്രോഡക്റ്റ് ഫോർമേഷൻ കുറഞ്ഞ മീഡിയ വേണം യൂസ് ചെയ്യാൻ,
പിന്നെ പ്രീ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്താതെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന മീഡിയ വേണം യൂസ് ചെയ്യാൻ. പിന്നെ ആ മീഡിയ ആ മീഡിയ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമുക്ക് ഒരു ഒരു എല്ലാ സമയത്തും കിട്ടണം. അതായത് ഇയർ റൗണ്ട് അവൈലബിലിറ്റി ആയിരിക്കണം. ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ചി ആൻഡ് സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. ബിക്കോസ് ദേ ആർ ചീപ്പ് ആൻഡ് അബൻഡൻറ്റ് ആൻഡ് റിന്യൂവബിൾ ലൈക്ക് വേ ആൻഡ് മൊളേഷ്യസ്. ഇപ്പോൾ സ്റ്റാർച്ചി ആൻഡ് സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. അവർ അതൊക്കെ ചീപ്പാണ്, ചീപ്ലി അവൈലബിൾ ആണ്, പിന്നെ അബൻഡൻ്റ് ആണ്. അതായത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് വേ ആൻഡ് മൊളേഷ്യസ്. ഇപ്പോൾ സ്റ്റാർച്ചി മെറ്റീരിയൽസിൽ വരുന്നതാണ് സീഡ്സ്, സോർഗം, വീറ്റ്, കോൺ, കസാവ, പൊട്ടറ്റോ, റൈസ്, റൈ ആൻഡ് ബാർലി. ഇപ്പോൾ സ്റ്റാർച്ചി മെറ്റീരിയൽസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേ ഹാസ് ടു ബി ഹൈഡ്രലൈസ്ഡ് ഇൻ ടു ഫെർമെൻറ്റബിൾ ഷുഗേഴ്സ് ബിഫോർ ഫെർമെൻറ്റേഷൻ ബിക്കോസ് ദേ കൺസിസ്റ്റ് ഓഫ് α14 ആൻഡ് α16 ലിങ്ക്ഡ് ടു ഗ്ലൂക്കോസ്. ഇപ്പോൾ സ്റ്റാർച്ചി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എന്തൊക്കെ സ്റ്റാർച്ചി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്വർഗം. ഇപ്പോൾ സ്വർഗം എന്ന് വെച്ചാൽ ഒരു ഗ്രെയിനാണ്. പിന്നെ വീറ്റ് ഒരു ഗ്രെയിനാണ്. പിന്നെ കോൺ നിങ്ങൾക്ക് അറിയാം, ചോളം. കസാവ എന്ന് വെച്ചാൽ പൂളയാണ്. പിന്നെ പൊട്ടറ്റോ, പിന്നെ റൈസ്, ഇതൊക്കെ ഗ്രെയിൻസ് ആണ്. പിന്നെ റൈയും ബാർലിയും ഗ്രെയിൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ സ്റ്റാർച്ചാണ് ഉണ്ട്. അപ്പോൾ സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ പ്രീ ട്രീറ്റ്മെൻറ്റ് നടത്തണം. അത് നിങ്ങൾക്ക് ഞാൻ മീഡിയ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതാണ് സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസ്. ഇപ്പോൾ സെല്ലുലോസ്റ്റിക് മെറ്റീരിയൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈലൻ, അറാബിനൻ, ഗാലക്ടൻ, ലിഗ്നിൻ. അപ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനും പ്രീ ട്രീറ്റ്മെൻറ്റ് വേണം. ഇനി ഇതിൻ്റെ ലാക്റ്റിക് ആസിഡ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിലാണ്. പിന്നെ പ്ലാസ്റ്റിക്സ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിമേഴ്സ് ഓഫ് ലാക്റ്റിക് ആസിഡ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ബയോഡീഗ്രേഡബിൾ തെർമോ പ്ലാസ്റ്റിക്സ്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ എമൽസിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ ലാക്റ്റിക് ആസിഡിൻ്റെ യൂസസ് ആണ് പറയുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിലാണ്. പിന്നെ പ്ലാസ്റ്റിക്, അതായത് തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എമൽസിഫയേഴ്സ് ആയിട്ട്. പിന്നെ ലാക്റ്റിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എൻ അസിഡുലൻറ്റ്, ഫ്ലേവറിംഗ്, pH ബഫറിംഗ് ഏജൻറ്റ് ഓർ ഇൻഹിബിറ്റർ ഓഫ് ബാക്ടീരിയൽ സ്പോയിലേജ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോസസ്ഡ് ഫുഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഒരു ആസിഡാണ്. അപ്പോൾ അത് അസിഡുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഫുഡിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാൻ യൂസ് ചെയ്യും. പിന്നെ pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഫുഡിൻ്റെ pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ അത് ബാക്ടീരിയൽ സ്പോയിലേജിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് പ്രിസർവേറ്റീവ് ആൻഡ് പിക്ലിംഗ് ഏജൻറ്റ്. അപ്പോൾ പിക്കിൾസിലൊക്കെ നമ്മൾ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ പോൾട്രി, ഫിഷിലൊക്കെ നമ്മൾ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ സെൽഫ് ലൈഫ് കൂടും. പിന്നെ മെഡിസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാൽഷ്യം, അതായത് കാൽഷ്യം ടാബ്ലറ്റ്സിലൊക്കെയാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അത് കാൽഷ്യം ടാബ്ലറ്റ്സിൽ കാൽഷ്യം ലാക്ടേറ്റിൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ്സ് കൊടുക്കും. അപ്പോൾ ആ കാൽഷ്യം ടാബ്ലറ്റ്സിൽ കാൽഷ്യം ഉള്ളത് കാൽഷ്യം ലാക്ടേറ്റിൻ്റെ ഫോമിലായിരിക്കും. അപ്പോൾ കാൽഷ്യം ലാക്റ്റിക് ആസിഡും റിയാക്ടേറ്റ് ഉണ്ടാകുന്നതാണ് കാൽഷ്യം ലാക്ടേറ്റ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കോസ്മെറ്റിക്സ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഹാസ് മെനി ആപ്ലിക്കേഷൻ ആൻഡ് ഫോർമുലേഷൻസ് ഇൻ ടോപ്പിക്കൽ ഓയിൽമെൻറ്റ്സ്, ലോഷൻസ്, ആൻറ്റി ആക്നി സൊല്യൂഷൻസ്, humectants, parenteral solutions and dialysis application for anti-carriers agent. ഇപ്പം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓയിൻമെൻറ്റിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും, ലോഷൻസിലുണ്ടാവും, പിന്നെ ആൻറ്റി ആക്നി സൊല്യൂഷൻസിലുണ്ടാവും, പിന്നെ ഡയാലിസിസിന് ഒക്കെ നമ്മൾ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ സാൾട്ട്, ലാക്റ്റിക് ആസിഡിൻ്റെ സാൾട്ട്, സോഡിയം ആൻഡ് പൊട്ടാഷ്യം സാൾട്ട്സ് ഓഫ് അസിറ്റിക് ആൻഡ് ലാക്റ്റിക് ആസിഡ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഫുഡ്. അപ്പോൾ ഫുഡിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യും. അതായത് ഇത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് പിന്നെ മോൾഡ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഇപ്പോൾ എന്താണെന്ന് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്താണെന്ന് പറയാം. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഒരു പ്രൈമറി മെറ്റബോളൈറ്റാണ്. ഏതൊക്കെ പാത്വേ വഴിയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്ത് ലാക്റ്റിക് ആസിഡ് സ്റ്റാർട്ടർ കൾച്ചർ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പറയുക, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുക, പിന്നെ അത് ഏത് റിയാക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറയുക. പിന്നെ 2 ടൈപ്പ് ഉണ്ട്, ഹോമോ ഫെർമെൻറ്റേറ്റീവ്, ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ്. അതെന്താണെന്ന് പറയുക, അതിൻ്റെ എക്സാമ്പിൾ പറയുക. പിന്നെ ലാക്റ്റിക് ആസിഡിൻ്റെ ഫെർമെൻറ്റേഷൻ പറയുക. പിന്നെ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ലാക്റ്റിക് ആസിഡിനെ റിക്കവർ ചെയ്യുന്നത്.
പിന്നെ എന്തൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, പിന്നെ ഇതിൻ്റെ യൂസസ്, ലാക്റ്റിക് ആസിഡിൻ്റെ യൂസസ് പറയുക. അതോടുകൂടി ലാക്റ്റിക് ആസിഡ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ സിട്രിക് ആസിഡ് എഴുതണം, അസിറ്റിക് ആസിഡ് എഴുതണം, ലാക്റ്റിക് ആസിഡ് എഴുതണം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് മാത്രം എഴുതിയാൽ മതി.